ഹലോ എവ്രി വൺ, വെൽക്കം ടു ടോപ്പേഴ്സ് ടോക്ക് അറ്റ് ഫോർച്യൂൺ IAS അക്കാഡമി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ കൊല്ലം 791 റാങ്ക് നേടിയ അനുഷയാണ്. അനുഷ ജോലിയോടൊപ്പം പഠിച്ചാണ് ഈ മികച്ച നേട്ടം നേടിയത്. അനുഷയോട് തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അനുഷ. അനുഷ കാസർഗോഡ് നിന്നാണ് അല്ലേ? കാസർഗോഡ് നിന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒത്തിരി സിവിൽ സർവീസസ് ടോപ്പേഴ്സിനെ എനിക്കറിയില്ല. അനുഷയ്ക്ക് എപ്പോൾ തൊട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സിവിൽ സർവീസസ് എന്നുള്ളൊരു ഡ്രീം തുടങ്ങിയത്? സർ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിവിൽ സർവീസ് എന്നുള്ളൊരു ആഗ്രഹം ആദ്യമായിട്ട് വരുന്നത്. അതുവരെ ഞാൻ IAS എന്നോ അങ്ങനെയൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം 6ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ഒരു സാറ് എന്നോട് വന്ന് പറഞ്ഞു, എന്നോടും വേറൊരു കുട്ടിയോടും വന്ന് പറഞ്ഞു, നമ്മളിങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ ഇത്ര പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് IAS ഒക്കെ ആവാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആദ്യമായിട്ട് IAS എന്ന് കേൾക്കുന്നത്. അപ്പം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞു, സാർ ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ അവർക്കും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം പത്രത്തിലൊരു റിപ്പോർട്ട് കണ്ടു. അപ്പം കാസർഗോഡ് എൻഡോസൾഫാൻ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ എനിക്ക് ആ സമയത്ത് അറിയായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ കണ്ടു, അവിടുത്തെ ജില്ലാ കളക്ടർ അവിടെയുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരെ സന്ദർശിക്കുന്നതും അവരെ സഹായിക്കുന്നതുമായിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ആരാണ് ആ ജില്ലാ കളക്ടറെന്നൊന്നും ഇപ്പം ഓർമ്മയില്ല, പക്ഷേ ആ ന്യൂസ് എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോഴാണ് ഒരു സ്പാർക്ക് തുടങ്ങിയത്. അപ്പം ജില്ലാ കളക്ടറായ ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ അപ്പോഴാണ് കിട്ടിയത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വായിക്കാൻ തുടങ്ങി. ഒരു എന്താണ് ജില്ലാ കളക്ടർ, അല്ലെങ്കിൽ എന്താണ് ഒരു IAS കാരൻ, അങ്ങനെയൊക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് തന്നെ ഹരികിഷോർ IAS സാറിൻ്റെ ഒരു സക്സസ് സ്റ്റോറി ആ സമയത്തൊരു മാഗസിനിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചു. അതിനുശേഷം കൂടുതൽ ഈ ഒരു ആഗ്രഹം തോന്നി തുടങ്ങി. പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും വെച്ച് ആര് ചോദിച്ചാലും പറയുമായിരുന്നു, എനിക്ക് വലുതാകുമ്പം IAS ആവണം, ജില്ലാ കളക്ടർ ആവണം. അങ്ങനെ എൻ്റെ ആഗ്രഹം അങ്ങനെ വളർന്നു വന്നത്. പിന്നെ ആ ഒരു സമയത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വളരെ നോർമലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ ഒരു ടൈലറാണ്, അമ്മ ഒരു ഡെയിലി വേജ് വർക്കറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം അവർക്ക് അപ്പം തൊട്ട് പേടിയായിരുന്നു. കാരണം ആ സമയത്തൊക്കെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ നോക്കിയാൽ അല്ലെങ്കിൽ TV യിൽ നോക്കിയാൽ കിട്ടുന്ന ആൾക്കാർക്കൊക്കെ സർവീസിലുള്ള ആരെങ്കിലും അവരുടെ ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ അവർക്ക് പരിചയമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പാരൻസ് ആയിരിക്കും ചിലപ്പം. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയായിരുന്നു, നോക്കി ഇവരൊക്കെ ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ പ്രൊഫസേഴ്സാണ്, നമ്മൾക്ക് അങ്ങനെ നിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റുമോയെന്ന് അറിയില്ല. അങ്ങനെ അവർക്ക് വലിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ആഗ്രഹം എപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ട് നടന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റൊക്കെ അത് സോഷ്യൽ സയൻസ് ആയിരുന്നു. അപ്പം അത് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അതിൽ തന്നെ ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ടിനേക്കാളും എനിക്ക് തോന്നുന്നു പേടി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറ്റുമോ എന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു ആഗ്രഹം സ്ട്രോങ് ആയിട്ട് ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ ഒരു ഡൗട്ട്സിനെയൊക്കെ അതിജീവിച്ച് ഇപ്പം റാങ്ക് ലിസ്റ്റ് വരെ എത്താൻ പറ്റിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്വപ്നത്തിൽ നിന്ന് ഫൈനലി നമ്മൾ ഈ സർവീസിൽ എത്തി നിൽക്കുന്ന ഈ മിനിറ്റ് വരെ ഒത്തിരി ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിനിടയ്ക്ക് ഒത്തിരി സ്ട്രഗിൾസും വന്നു കാണും. അതെ സർ. ഈ സ്ട്രഗിൾസിൽ കുറച്ച് മെയിനായിട്ടുള്ള ഭയങ്കരമായി നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്ത മൊമെൻറ്റ്സ് അതൊന്ന് റീകോൾ ചെയ്ത് ചെയ്യാമോ? സർ, ഫസ്റ്റ് ഒരു സെൽഫ് ഡൗട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 10th കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പോൾ 10th കഴിഞ്ഞ് ഞാൻ 10th ഫുൾ A+ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആ സമയത്ത് നല്ല സെലിബ്രേഷനാണ് 10th ഫുൾ A+ കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞ് നോർമലി സയൻസാണ് എല്ലാവരും പ്രിഫർ ചെയ്യുക. അപ്പം ഒന്നുകിൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ എൻജിനീയർ ആവുക, ആ ഒരു ട്രെൻഡായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹ്യൂമാനിറ്റീസാണ് എടുക്കാൻ പോകുന്നത് എന്ന്. അപ്പം അതൊരു വലിയ വിഷയമായി. വീട്ടിൽ മാത്രമല്ല, നാട്ടിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ എന്ത് ധൈര്യത്തിലാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്, ഹ്യൂമാനിറ്റീസ് എടുത്താൽ വലിയ സ്കോപ്പൊന്നും ഇല്ല, അങ്ങനെ ഒരു സംസാരം വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തപ്പം അതെന്താ എടുത്തതെന്ന് എൻ്റെ ടീച്ചേഴ്സ് സ്വാഭാവികമായിട്ടും ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം സിവിൽ സർവീസ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം എൻ്റെ +1 +2 ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതുപോലെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു സെൽഫ് ഡൗട്ട് വന്നത് അപ്പോഴാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, എനിക്ക് അവിടെ വരെ എത്താൻ പറ്റുമോ എന്നുള്ളത്. പിന്നീട്
ഞാൻ ഫുൾ ടൈം പ്രിപ്പറേഷനിലേക്ക് വരുന്നത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പം വീണ്ടും കോച്ചിങ്ങിന് ചേരുക എന്ന് പറഞ്ഞപ്പം വീണ്ടും ഒരു പ്രശ്നം വന്നു. എല്ലാവരും പറഞ്ഞു, ഞാൻ നെറ്റ് ക്ലിയർ ചെയ്ത ആളാണ് എക്കണോമിക്സിൽ, അപ്പം ടീച്ചിങ്ങിലേക്ക് അതാണ് കുറച്ചുകൂടി സേഫ്, അങ്ങനെ എല്ലാവരും പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും പിന്നെ പേടിയായിരുന്നു, പോയാൽ ശരിയാവോ, പ്രിപ്പറേഷനൊക്കെ പറഞ്ഞാൽ കുറേ വർഷം എടുക്കില്ലേ, അതാണ് എല്ലാവരുടെയും പ്രധാന കൺസേൺ. ഒരുപാട് വർഷം എടുക്കും, അതെങ്ങനെ നമ്മൾ ഫിനാൻസ് ചെയ്യും എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. അപ്പോൾ വീണ്ടും ഒരു സെൽഫ് ഡൗട്ട് വന്നു, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ആഗ്രഹം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നതുകൊണ്ടും വേറെ ഒരു ജോലിയിലേക്ക് പോകണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ബാക്കപ്പ് മാത്രമായിരുന്നു. എൻ്റെ ഒരു ലക്ഷ്യം എപ്പോഴും സർവീസ് കയറുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം ആ ഒരു വലിയ സെൽഫ് ഡൗട്ടും വന്നു ആ സമയത്ത്. അതുപോലെ തന്നെ ഒരു സ്ട്രഗിളായിട്ട് എങ്ങനെ ഞാൻ ഇതിനുള്ള പൈസ അറേഞ്ച് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ട് വന്നു. അപ്പം എൻ്റെ ഇപ്പോൾ PCM-നുള്ള ഫീസ് എന്നെ ഒരു അധ്യാപികയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ സോൾവ് ചെയ്തു. പിന്നെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് 2021 അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഓൺലൈൻ ബാച്ചായിരുന്നു, ഞാൻ എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് കേൾക്കും. അങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് നല്ല ഡൗട്ട് വന്നു, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, കാരണം ഞാൻ അത്രയും പഠിച്ചതാണ്. ഒരു വർഷം മൊത്തം ഇരുന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, എല്ലാ സിലബസും കവർ ചെയ്തു, കറണ്ട് അഫയേഴ്സ് ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷേ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഒന്നാമത് ഡൗട്ടിൽ ആയി. പിന്നെ അതുപോലെ അച്ഛനും അമ്മയ്ക്കും നല്ലതായിട്ട് പേടിയാവാൻ തുടങ്ങി. ഇത് വേണോ, ഇനി വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ, വർഷം ഇങ്ങനെ പോവല്ലേ എന്നുള്ളൊരു പേടി. പിന്നെ അവരും പറഞ്ഞു, ഞങ്ങൾക്ക് വയസ്സാവാണ്, അപ്പോൾ അവർക്ക് എന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നാൽ ഞാൻ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം. അങ്ങനെ ഞാൻ ജോലിയിൽ 2022 ബിഗിനിങ്ങിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ജോലിയുടെ കൂടെയാണ് പിന്നീട് പഠിച്ചത്. അങ്ങനെ 2023 പ്രിലിംസ് തൊട്ട് പിന്നെ എല്ലാ സ്റ്റേജും ക്ലിയറായി വന്നു. ഇപ്പോഴും ജോലിയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ റീസെൻ്റ്ലി റിസൾട്ട് വന്നതിന് ശേഷം റിസൈൻ ചെയ്തു. ജോലിയെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്ക് തോന്നുന്നു ടീച്ചറായിരുന്നു അല്ലേ? അതെ അതെ, ബൈജൂസ് ടീച്ചറായിരുന്നു. അപ്പം അതെങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ പ്രിപ്പറേഷനിൽ? സർ, ഞാൻ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 ആസ്പെക്റ്റ് സംസാരിക്കണം. ഒന്നാമത്തെ കാര്യം, എന്നെപ്പോലെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ ഒരു എക്സാമിൻ്റെ കോഴ്സ് ഫീ മാത്രമല്ല, പിന്നെ ഇപ്പോൾ ട്രിവാൻഡ്രം പോലെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ എടുക്കണമെങ്കിൽ റെൻറ്റ് വേണം, ഫുഡിന് പൈസ ഉണ്ട്, പിന്നെ നമ്മൾ ഒരുപാട് ചിലവുകളുണ്ട്. അപ്പം അത് ഫിനാൻസ് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എൻ്റേത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ജോലിയിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും. അപ്പം ഫസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ജോലി തരുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മുടെ എല്ലാ ചിലവും നമുക്ക് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റും, വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നുള്ളൊരു ഐഡിയ, അതാണ് ഫസ്റ്റ് ആസ്പെക്റ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ജോലി ചെയ്തുകൊണ്ട് എക്സാം പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സ്ട്രഗിളാണ്. ഏറ്റവും വലിയ പ്രശ്നം ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പം എൻ്റേതൊരു ഫുൾ ടൈം ജോലിയായിരുന്നു. 8 മണിക്കൂർ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം. അതിൻ്റെ കൂടെയാണ് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം ഒരു സൈഡിൽ അതൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്, ജോലി ഉണ്ട് എന്നുള്ള ഒരു കാര്യം. പക്ഷേ അതേപോലെ മറ്റൊരു സൈഡിൽ അത് എനിക്ക് വലിയൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതായത് എനിക്ക് ഇത്ര ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കി എല്ലാ ആസ്പിരൻസും ഫുൾ ടൈം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം ഞാനിത് ഡിസേർവിങ് ആണോ, ഈ എക്സാമിന് അവരല്ലേ കൂടുതൽ എഫേർട്ട് ഇടുന്നത്, ആ ഒരു ഡൗട്ട് എനിക്ക് അവസാനം വരെ ഉണ്ടായിരുന്നു. റിസൾട്ട് വരുന്നത് വരെ ഞാൻ ഡിസേർവിങ് അല്ല എന്നുള്ളത്. അപ്പം ജോലി എന്ന് പറയുമ്പോൾ ഈ ഒരു 2 ആസ്പെക്റ്റിൽ അത് കാണാം. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ആൻഡ് ഫുൾ ടൈം ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഐ കൺസിഡർ ഇറ്റ് ആസ് എ പ്രിവിലേജ്. ആ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെയാണ് സർ ജോലിയായിട്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജോലിയുടെ കൂടെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ അത്രയും സമയമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തതുകൊണ്ട് ആണ് നമ്മൾ ഒബ്വിയസ്ലി ഇപ്പോൾ എക്സാമിൽ സക്സസ്ഫുൾ ആയിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അനുഷ കറക്റ്റായിട്ട് ചെയ്ത കാര്യങ്ങൾ? സർ, ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒന്നാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ NCERT വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ടൈമിൽ തന്നെ NCERT ഒക്കെ കവർ ചെയ്തു.
കവർ ചെയ്തു. പിന്നെ നമ്മുടെ ബേസിക് ടെക്സ്റ്റ് ബുക്സൊക്കെ അപ്പോൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് എൻ്റെ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു, അതും ഞാൻ ഒരു റൗണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തത് പ്രധാനമായും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പം പ്രിലിംസിൻ്റെ സ്റ്റേജിലാണെങ്കിൽ ഞാൻ കറക്റ്റായി ചെയ്തു എന്ന് തോന്നുന്നത് ഇവിടുന്ന് കിട്ടിയ ടെസ്റ്റ് സീരീസ് ഞാൻ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തു, ടെസ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ കീ ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്തു. പിന്നെ മെയിൻസിൻ്റെ ടൈം ആണെങ്കിൽ ആൻസർ റൈറ്റിംഗ്. അപ്പോൾ ആൻസർ റൈറ്റിംഗ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൻ്റെ ടൈം ചെയ്യുമായിരുന്നു, പക്ഷേ ഞാനത് കാണിക്കില്ലായിരുന്നു ടീച്ചേഴ്സിനെ ഒന്നും. ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാനൊരു ധൈര്യമില്ലായിരുന്നു. ഞാൻ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു പേടി വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വന്നു ആൻസർ റൈറ്റിങ്ങിൽ. പിന്നെ ഞാൻ മെയിൻസിൻ്റെ ടൈം ആയപ്പം വീണ്ടും ഇവിടുത്തെ MTS തന്നെയാണ് റിലേ ചെയ്തത്. അപ്പം അതിൽ അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത് ആൻസേഴ്സ്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിലാണെങ്കിലും ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിലാണ് ഞാൻ ശരിയായിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. സാറിനറിയാം എൻ്റെ കണ്ടൻറ്റ് അത്രയൊന്നും സ്ട്രോങ് ആയിരുന്നില്ല മോക്കിൻ്റെ ടൈമിലായാലും. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ആ ദിവസം മാക്സിമം പോസിറ്റീവായിരിക്കുക, എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും പോസിറ്റീവായി അതിനെ കാണുക, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ശരിയായിട്ട് ചെയ്തത്. ഇപ്പോൾ മൈൻഡ് സെറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, കാരണം നമ്മുടെ പുൾ ഡൗൺ ചെയ്യാൻ ഒത്തിരി ഫാക്ടേഴ്സ് കാണും. ഇപ്പോൾ അനുഷ പോസിറ്റീവായിട്ട് ഇരുന്നില്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ളൊരു ആഗ്രഹം, അതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അതായിരിക്കാം അനുഷയുടെ സക്സസ്സിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? സർ, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സറൗണ്ട് ചെയ്യുന്ന പീപ്പിൾ അത് പോസിറ്റീവായിരിക്കാൻ മാക്സിമം നോക്കുക. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പോസിറ്റീവായിരുന്ന് കാമായിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാമായിരുന്ന് ഇതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം ടെസ്റ്റ് സീരീസ് എഴുതുമ്പോഴും ഞാൻ കാമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നതെങ്കിൽ അത് നന്നായിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലായി. അപ്പം അത് തന്നെയാണ് ഞാൻ ത്രൂ ഔട്ട് ചെയ്തത്. എന്തൊക്കെ സെൽഫ് ഡൗട്ട് വന്നാലും എന്തൊക്കെ സ്ട്രഗിൾസ് വന്നാലും മാക്സിമം പോസിറ്റീവായിരിക്കും, എന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് എപ്പോഴും ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിലിംസ് ടെസ്റ്റ് സീരീസിൽ അത് ക്വസ്റ്റ്യൻസ് ചെയ്യുക മാത്രമല്ല ആൻസർ കീ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിരുന്നു. അത് പല ആസ്പിറൻസും ചെയ്യാത്തൊരു കാര്യമാണ്, എന്നാൽ അത് ഭയങ്കര പ്രൊഡക്റ്റീവാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ പ്രോസസ്സ് ഒന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാവും. സർ, നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയാലും അല്ലെങ്കിൽ ഏതൊരു സ്റ്റാറ്റിക് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആയാൽ പോലും ആ സമയത്ത് അതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും PTS വരിക. അപ്പോൾ നമ്മൾ റിയൽ എക്സാം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഒരു എക്സാമിൻ്റെ രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ വെറുതെ ഇരുന്ന് ഇപ്പം കുറേ ടൈം എടുത്തൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് പോലെയല്ല PTS ഇപ്പം എക്സാം ഹാളിൽ വന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഞാൻ പലരെയും കണ്ടിട്ടുള്ളത് എക്സാം ചെയ്തു, കീ ജസ്റ്റ് നോക്കി എത്ര മാർക്ക് കിട്ടും നോക്കി, ഇത്രയാണ് എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് ഇരുന്നാൽ അത് ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അറിയാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. അപ്പം ആൻസർ കീ റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വളരെ വീക്കായിട്ടുള്ള ഏരിയാസ് നമുക്ക് മനസ്സിലാവും. ഇപ്പം ജോഗ്രഫി ആണോ പൊളിറ്റി ആണോ, അപ്പോൾ നമ്മൾ വീണ്ടും പോയി അതിൻ്റെ സ്റ്റാറ്റിക് ബുക്സൊക്കെ ഒന്ന് വായിക്കുക. അപ്പം കുറച്ചുകൂടി ആ കോൺസെപ്റ്റ് സ്ട്രോങ് ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ആ ഒരു PTS കീ വീണ്ടും വീണ്ടും എടുത്ത് പഠിക്കുന്ന ഒരു രീതി. അനുഷ 6ാം ക്ലാസ് തൊട്ടേ ആര് ചോദിച്ചാലും എനിക്ക് IAS ആവണം എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ആരെങ്കിലും കളിയാക്കിയോ അല്ലെങ്കിൽ അനുഷയെ കൊണ്ട് ഇത് പറ്റില്ല എന്നെങ്ങാനും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറ്റില്ല എന്ന് ഡയറക്റ്റ്ലി ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ എല്ലാവർക്കും പറ്റുമോ എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറേ പ്രശ്നങ്ങൾ, പിന്നെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു ഇത് വേണോ, പിന്നെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പലരും വന്ന് പറയും. ഇതൊക്കെ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ഡിഫറെൻറ്റ്
ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഡയറക്റ്റ്ലി ആരും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. സിവിൽ സർവീസസ് അനുഷയെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചവർ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ റിയാക്ഷൻ? അത് വളരെ രസകരമായിരുന്നു എന്ന് തന്നെ പറയണം. അങ്ങനെ ഡൗട്ട് വന്ന ഒരുപാട് പേരൊക്കെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീട്ടിലായിരുന്നു. വീട്ടിലേക്ക് വന്നു, എന്നെ കണ്ടു, എല്ലാവരും ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബേസിക്കലി നല്ല ഹാപ്പി ആയിരുന്നു. കാരണം എനിക്കിങ്ങനെ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരുപാട് പേര് പറ്റുമോ എന്ന് ചോദിച്ചവരുടെ മുമ്പിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ റിസൾട്ട് വന്നത്. അപ്പോൾ അത് വളരെ സന്തോഷമായിരുന്നു ആ ഒരു മൊമെൻറ്റ്. അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും റിയാക്ഷൻ എന്തായിരുന്നു? അച്ഛനും അമ്മയും വളരെ ഹാപ്പിയായി. കുറേ നാളിന് ശേഷം അവരെ ഞാൻ സമാധാനമായിട്ടും ഹാപ്പി ആയിട്ടും കണ്ടു. അപ്പം വളരെ സന്തോഷമായിരുന്നു. അവർക്ക് എന്നെ ഓർത്ത് നല്ല അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വളരെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ പറഞ്ഞത്. പിന്നെ ചേട്ടനാണെങ്കിലും അവൻ പറഞ്ഞു, റാങ്ക് ഒന്നുകൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം, ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കണ്ടല്ലോ, ഒരു ജോലി കിട്ടിയല്ലോ. അപ്പം അവൻ ഓൾ ത്രൂ ആയിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം അവനും പിന്നെ എല്ലാവരോടും പറയാൻ തുടങ്ങി, അനിയത്തി ക്ലിയർ ചെയ്തു. അപ്പം അവരുടെയൊക്കെ ഒരു സന്തോഷം കണ്ടപ്പം ഞാനും വളരെയധികം ഹാപ്പിയായി. നമ്മളൊരു ജോലിയോടൊപ്പം സിവിൽ സർവീസസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അനുഷയുടെ ഒരു ഡെയിലി ഷെഡ്യൂൾ, എത്ര മണിക്കാണ് ജോലിക്ക് പോയിരുന്നത്, എത്ര മണിക്കാണ് ജോലിയിൽ നിന്ന് പുറത്ത് വന്നത്, ആൻഡ് എത്ര മണിക്കൂർ പഠിക്കാൻ വേണ്ടി കിട്ടുമായിരുന്നു? സർ, ഞാൻ ഒരു ഓൺലൈൻ ആയിട്ടായിരുന്നു എൻ്റെ ക്ലാസ്സസൊക്കെ. അപ്പം ഞാൻ ബൈജൂസിലാണ് വർക്ക് ചെയ്തത്. സോഷ്യൽ സയൻസ് ട്യൂട്ടറായിട്ടായിരുന്നു എൻ്റെ റോള്. അപ്പം ഞാൻ 6 to 10 സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് സോഷ്യൽ സയൻസ് ട്യൂഷൻ ക്ലാസ്സസ് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. അപ്പോൾ അതിൽ എൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. അപ്പം ഓൺലൈൻ വർക്കിംഗ് ആയതുകൊണ്ട്, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ടൈം അതിൻ്റെ കുഴപ്പമില്ല. പക്ഷേ ഈ 2 to 10 ഞാൻ ജോലിയിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പം ഞാൻ ബേസിക്കലി രാവിലെ എഴുന്നേൽക്കാനും പഠിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5-5:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും. പിന്നെ ഒരു 2 വരെ പഠിക്കാൻ നോക്കും മാക്സിമം. അതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്കൊക്കെ എടുക്കാറുണ്ട് നമ്മുടെ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ബാക്കി ഈ ഒരു രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കും. പിന്നെ ക്ലാസ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സോ ന്യൂസ് പേപ്പറോ അങ്ങനെയൊക്കെ വായിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഒരു 6 days വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ സൺഡേ മാത്രമാണ് ഒരു ഗ്യാപ്പ് കിട്ടുക. ആ സൺഡേ വന്ന് PTS എഴുതുക അല്ലെങ്കിൽ MTS എഴുതുക, അങ്ങനെയായിരുന്നു. അങ്ങനെ വളരെ ഹെക്റ്റിക്കായിരുന്നു. അപ്പം ടൈം മാനേജ്മെൻറ്റ് പറ്റുമോ എന്നുള്ളത് എല്ലാ ദിവസവും ഒരു ഡൗട്ട് വരും. അപ്പം 10 മണി കഴിഞ്ഞ് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നന്നായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പം എപ്പോഴും ആലോചിക്കും, വേണോ നാളെയോ ഇത് തന്നെ ചെയ്യണോ, അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ആഗ്രഹം വീണ്ടും ഇങ്ങനെ ഉള്ളിൽ നിന്ന് തിരിച്ചു വരും. ഇത് ചെയ്യണം, ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹം തിരിച്ചു വരും. അപ്പം അതിനനുസരിച്ച് പിന്നെ അല്ലെങ്കിൽ ലീവ് പറ്റുമ്പോഴേക്ക് ലീവ് എടുക്കാറുണ്ട്. ലീവൊക്കെ ലിമിറ്റഡ് ആയിരുന്നു, എന്നാലും പറ്റുമ്പോഴേക്ക് ലീവ് എടുക്കും. അപ്പം ആ ഡേയ്സ് ഫുള്ള് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. അങ്ങനെയായിരുന്നു സർ. പിന്നെ പ്രധാനമായിട്ടും ഞാൻ റിസോഴ്സസ് മാക്സിമം ലിമിറ്റ് ചെയ്തു. റിസോഴ്സസ് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഐഡിയ എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു, വർക്കിങ്ങിൻ്റെ കൂടെ ആയതുകൊണ്ട്. അപ്പം ഞാൻ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തി. അതിൻ്റെ കൂടെ ഒരുപാട് റിസോഴ്സസിലേക്ക് പോവാതെ നല്ല റിസോഴ്സസ് കളക്ട് ചെയ്ത് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആൻഡ് എസ്പെഷ്യലി മേ ബി സ്ലീപ്പ് വരെ എഫക്റ്റഡ് ആവും. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അനുഷയ്ക്ക്? ഉണ്ടായിരുന്നു സർ. ഞാൻ ബേസിക്കലി ഒരുപാട് ടെൻഷൻ ആവുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം പ്രിലിംസിൻ്റെ തലേന്നും മെയിൻസിൻ്റെ ആദ്യത്തെ എക്സാമിൻ്റെ തലേന്നൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഒരുപാട് ആലോചിച്ച് ഉറക്കം കളയുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൂടാതെ ഇങ്ങനെ ഡെയിലി വല്ലാതെ എക്സോസ്റ്റഡ് ആവുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇത് വേണോ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ആലോചിക്കും. പക്ഷേ അറ്റ് ദി എൻഡ് സെയിം നമ്മുടെ ഒരു ആഗ്രഹം തിരിച്ചു വരും. അപ്പം വീണ്ടും അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യും. മാക്സിമം സ്ട്രെസ് ഒഴിവാക്കാൻ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഒന്ന്, ഏറ്റവും അടുത്തുള്ള ആൾക്കാരോട് സംസാരിക്കും, പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഈ സ്ട്രഗിളൊക്കെ അറിയുന്ന കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഈ ഒരു മേഖലയിലല്ലെങ്കിലും അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും, എന്താണ് ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തത് ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ
ടെൻഷൻ വരുമ്പം പുറത്തുനിന്ന് നല്ല ഫുഡ് വാങ്ങി ഓർഡർ ചെയ്ത് കഴിക്കും. പിന്നെ ഞാൻ സെൽഫ് റിവാർഡ് ചെയ്യുമായിരുന്നു. അപ്പം ഇങ്ങനെ പ്രത്യേകിച്ച് സാലറി ഒക്കെ വരുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ട്രീറ്റ് കൊടുക്കും, ഫുഡ് വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ സെൽഫ് കെയറിന് കുറച്ച് ടൈം മാറ്റി വെക്കും. അങ്ങനെയൊക്കെ സെൽഫ് റിവാർഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും ആ പോസിറ്റിവിറ്റി കൂട്ടാൻ തന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആനിമൽ പ്ലാനറ്റൊക്കെ പോലെയുള്ള വീഡിയോസ് ഉണ്ടല്ലോ നമ്മുടെ പ്ലാനറ്റ് എർത്ത്, അതൊക്കെ കാണുമായിരുന്നു. അത് വല്ലാതെ റിലാക്സ് ചെയ്യിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്സ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കൂടെ ആ സ്ട്രെസ്സ് കുറച്ചു, പിന്നെ ടൈം എഫക്റ്റീവായി മാനേജ് ചെയ്യാനും പറ്റി. ഈ അക്കാഡമിക്കും ജോലിയുടെയും പ്രഷറിനൊപ്പം മേ ബി വേറൊരു പ്രഷറാണ് നാട്ടുകാരുടെ ചോദ്യങ്ങൾ, എസ്പെഷ്യലി കല്യാണം കഴിക്കുന്നില്ല എന്നൊരു ചോദ്യം. ആ ഒരു പ്രഷർ എങ്ങനെയാണ് അനുഷ ഹാൻഡിൽ ചെയ്തത്? സർ, ആ ഒരു പ്രഷർ വരാതിരിക്കാൻ ഞാൻ നാട്ടിൽ പോകാതിരിക്കാനാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഞാനൊരു വില്ലേജ് ഏരിയയിൽ നിന്നാണ്. അപ്പം എൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ ഗേൾസ് എല്ലാവരും ഒരു 18-20 വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞ് പോയവരാണ്. അപ്പം അവിടെയുള്ള മിക്ക ആൾക്കാരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞ് പോവുക, ഫാമിലിയായി സെറ്റിലാവുക, അതൊക്കെയാണ് സക്സസ് എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം ആൾക്കാരും സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ടെൻഷൻ വരാതിരിക്കാൻ മാക്സിമം അച്ഛനോടും അമ്മയോടും പറയും, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ എന്നോടത് പറയണ്ട, എനിക്ക് താല്പര്യമില്ല കേൾക്കാൻ, അത് കേട്ടാൽ നെഗറ്റീവ് ആവും, അങ്ങനെ അച്ഛനോടും അമ്മയോടും പറയും. അപ്പോൾ അവരത് ഒരുപാട് ആ ക്വസ്റ്റ്യൻസ് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ നാട്ടിൽ പോവാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേൾക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും അമ്മ ഇടയ്ക്കൊക്കെ പറയും ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ ഈ റിസൾട്ട് വന്ന സമയത്തും ഞാൻ വീട്ടിൽ പോവാതിരിക്കാനായിരുന്നു മാക്സിമം ശ്രമിച്ചത്. അപ്പം വിഷു ആയതുകൊണ്ട് പിന്നെ പോകേണ്ടി വന്നു. ഞാൻ അവർക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവണ്ട, അത് കാണാൻ വയ്യ എന്നുള്ളത് കൊണ്ട് ഇവിടെ തന്നെ നിൽക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ റിസൾട്ട് വന്നപ്പം റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ എനിക്ക് തോന്നി വന്നത് നന്നായി, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അച്ഛൻ്റെ അമ്മയുടെയും. അപ്പം അത് വളരെ സന്തോഷമായിരുന്നു. അനുഷയ്ക്ക് ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ കിട്ടിയിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നുകൂടെ തിരിച്ചു വന്നാണ് നമ്മൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഇപ്പോൾ അനുഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ടായിരിക്കുമല്ലോ സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ വരുത്തിയ മിസ്റ്റേക്സ് അതെന്തൊക്കെയായിരുന്നു? സർ, ഞാൻ ഇപ്പം എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിനേക്കാളും കൂടുതൽ പ്രിപ്പയർ ചെയ്തത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയായിരുന്നു. സിലബസ് മൊത്തം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് മന്ത്ലി മാഗസിനൊക്കെ ഫുൾ കവർ ചെയ്തിട്ടാണ് ഞാൻ പോയത്. ആ സമയത്ത് ഞാൻ ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു. ഫോർച്യൂണിൻ്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഞാൻ തറലി ഫോളോ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഞാൻ ഓൺലൈനായിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ലൈവായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു എക്സാം ഹാളിൽ ചെന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പം എപ്പോഴും 100+ മാർക്സ് കിട്ടുമായിരുന്നു. അപ്പം ഞാനൊരു കോൺഫിഡൻസോട് കൂടിയാണ് എക്സാം എഴുതാൻ വന്നത്. പക്ഷേ ആക്ച്വൽ എക്സാം ഹാളിൽ എത്തിയപ്പം ആ ഒരു എക്സാം എൻവയോൺമെൻറ്റ് എനിക്ക് വളരെ ഹോസ്റ്റൈലായിട്ട് തോന്നി. ഒരുപാട് ആൾക്കാരെ കാണുന്നു, എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കും, എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ വല്ലാതെ സ്ട്രെസ്ഡ് ഔട്ടായി. അങ്ങനെ സ്ട്രെസ്സ് വന്നപ്പോൾ ആദ്യത്തെ പേപ്പർ GS പേപ്പർ നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല. ഒരുപാട് ചിന്തിക്കാൻ പറ്റിയില്ല. ആ ഒരു സമയത്ത് ബ്രെയിൻ ബ്ലോക്കായി പോകുന്നത് പോലെയൊക്കെ തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സെക്കൻഡ് പേപ്പറും CSATലും ഞാൻ ആദ്യത്തെ പേപ്പറിനെ വിചാരിച്ച് അത് ഏതായാലും പോയി എന്നുള്ളൊരു രീതിയിലിരിക്കുകയായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് GS കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. പിന്നെ CSATലായപ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസും ഇല്ല. ഞാൻ ആവശ്യമുള്ള നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പോലും ചെയ്തിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ആ ഒരു എക്സാം എൻവയോൺമെൻറ്റ് ഇല്ലാത്തതായിരുന്നു എൻ്റെ പ്രധാന പ്രശ്നം. രണ്ടാമത്തെ അറ്റംപ്റ്റിലായപ്പം ഞാൻ എല്ലാ ടെസ്റ്റും ഇവിടെ വന്ന് ചെയ്യുമായിരുന്നു. ഫോർച്യൂണിൽ വന്ന് എല്ലാ ടെസ്റ്റും ലൈവായിട്ട് ചെയ്യുമായിരുന്നു. ചെയ്തു വന്നപ്പം നമ്മുടെ ബ്രെയിൻ ആ ഒരു രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ പറ്റി. എക്സാം ഹാളിൽ ആ ഒരു സ്ട്രെസ്സിൽ ബ്രെയിൻ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം പഠിച്ചു പോയി നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുകയും കൂടെ വേണം. അപ്പം ഞാൻ ചെയ്തത് പ്രധാനമായിട്ടും ഇതാണ്. ഞാൻ ഒരുപാട്
ടെസ്റ്റ് പോയി ചെയ്തു, എല്ലാ വീക്കെൻഡിലും പോയി ചെയ്തു, അങ്ങനെ പ്രാക്ടീസ് ചെയ്തു. അപ്പം ഈ 2023 പ്രിലിംസ് നമുക്കറിയാം കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എലിമിനേഷൻ്റെ ഒരുപാട് സാധ്യതയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സ്റ്റിൽ എനിക്ക് ബ്രെയിനിനെ കാമാക്കി ഇരുത്താൻ പറ്റി. അങ്ങനെ ഞാൻ ചെയ്തു. അത് ടഫായിരുന്നിട്ടും സിസാറ്റിന് ഞാൻ വീണ്ടും പോസിറ്റീവായിട്ട് തന്നെയാണ് പോയത്. ആദ്യം പറ്റിയതുപോലെ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പം അതും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കി ടെൻഷൻ ഇല്ലാതെ ചെയ്തു. അതുകൊണ്ടാണ് ആ പ്രിലിംസ് ക്ലിയർ ആയതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ സിവിൽ സർവീസസ് ഒരു അൺസർട്ടൺ ആയിട്ടുള്ളൊരു എക്സാം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും വരാം പ്രിലിംസിൽ. അപ്പോൾ ഈ അൺസർട്ടണിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും വേറെ പരീക്ഷകൾ എഴുതാറുണ്ട്. അനുഷ അങ്ങനെ വേറെ എക്സാംസ് എഴുതിയിരുന്നോ? സ്റ്റേറ്റ് PSC അങ്ങനെ എന്തെങ്കിലും എഴുതിയിരുന്നോ? സാർ, ഞാൻ 1-2 സ്റ്റേറ്റ് PSC പ്രിലിംസ് പോയി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്തു. പക്ഷേ മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് എഴുതാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാനത് പിന്നീട് പ്രൊസീഡ് ചെയ്തില്ല. പക്ഷേ എക്സാം എഴുതിയപ്പോൾ തോന്നിയൊരു കാര്യം, നമ്മുടെ UPSC എക്സാമിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ PSC ഒരുപാട് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ GK അതുപോലെ തന്നെ കറണ്ട് അഫെയർസും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊരു UPSC ആസ്പിരൻ്റ് എന്നുള്ള രീതിയിലെല്ലാം കോംപ്രിഹെൻസീവ് ആയിട്ടാണ് പഠിക്കുന്നത്. ഒരു കോൺസെപ്റ്റൊക്കെ നല്ല ക്ലാരിറ്റിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം മാറിയ PSC പാറ്റേൺ അനുസരിച്ച്, സ്റ്റേറ്റ് PSC പാറ്റേൺ അനുസരിച്ച് നമുക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതേസമയം എൻ്റെ പല ഫ്രണ്ട്സും PSCക്ക് പഠിക്കുന്നവർ പറഞ്ഞു അവരത് ഒരുപാട് ഫാക്ട്സ് ഒക്കെ പഠിച്ചിട്ട് വന്നു, പക്ഷേ എക്സാം ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട് ആ പഠിക്കുന്ന രീതിയിൽ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റേറ്റ് PSC എഴുതുന്നവരും നമ്മളെപ്പോലെ തന്നെ എഫേർട്ട് ഇടുന്നുണ്ട്. അതുപോലെ ടൈമും അൺസർട്ടനിറ്റിയൊക്കെ അവിടെയും ഉണ്ട്. പക്ഷെ എന്തോ ഒരു പേടി കൊണ്ട് പലരും UPSCയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു കേരള PSCക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നവർ ഈ UPSC എന്നൊരു പരീക്ഷ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്ന് വിചാരിച്ചാവാം എഴുതാതിരിക്കുന്നത്. പക്ഷേ അനുഷയ്ക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ UPSC ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നുള്ളൊരു മിസ്കോൺസെപ്ഷനായിട്ട് തോന്നുന്നുണ്ടോ? സർ, ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് നമ്മൾ ചെറുപ്പം തൊട്ടിങ്ങനെ കേൾക്കുന്നതാണ്. ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുമ്പം എല്ലാവരും പറയും 10 ലക്ഷം ആൾക്കാർ എഴുതുന്നതാണ്, അതിലെ സക്സസ് റേറ്റ് വെറും 1000 ആണ്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി വെച്ച് നോക്കുമ്പോൾ ഒക്കെ ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷേ നമുക്കറിയാം ഇപ്പം നല്ല ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേര് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇപ്പം കയറുന്നുണ്ട്. അപ്പം അൺസർട്ടനിറ്റി ഇല്ല എന്നല്ല, പക്ഷേ ചിലപ്പോൾ ചിലതൊക്കെ ശരിയാവണമെന്നില്ല. ചില ഒരുപാട് ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ വരെ എത്തിയിട്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കിന് കിട്ടാതെ അവസ്ഥ വരാറുണ്ട്. അപ്പം അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ സ്റ്റേറ്റ് PSC ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കോമ്പറ്റീഷൻ ലെവലൊക്കെ UPSCക്ക് അതിനേക്കാളും കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഒരു സ്റ്റേറ്റ് PSCയുടെ ഡിഗ്രി പ്രിലിംസ് എടുത്താലും ഒരുപാട് ലക്ഷം ആൾക്കാർ അത് എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു മിസ്കോൺസെപ്ഷൻ തന്നെയാണ് ഇത്. ഒരിക്കലും നടക്കില്ല, വളരെ കഷ്ടപ്പാടാണ്. പിന്നെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് ടഫായിട്ടുള്ള കാര്യങ്ങളല്ല UPSCക്ക് പഠിക്കുന്നത്. ജനറലായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്നത്. അപ്പം ടഫല്ല, പക്ഷേ ഒരുപാട് എഫേർട്ട് വേണ്ടുന്ന ഒരു എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് എഫേർട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പലരും പറയുന്നതാണ് ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്കും വേണം എന്നുള്ളത്. അപ്പോൾ അനുഷ UPSC പ്രിപ്പറേഷനിൽ സ്മാർട്ടായിട്ട് ചെയ്തു എന്ന് തോന്നുന്ന കുറച്ച് ടെക്നീക്സ് എന്തായിരിക്കും? സ്മാർട്ടായിട്ട് ചെയ്തു എന്ന് തോന്നുന്നത് ഞാൻ ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരാളുടെ അത്രയും ടൈം കിട്ടില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ കിട്ടുന്ന ടൈമിൽ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ റിസോഴ്സസ് വേണം, എന്തൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സിനാണ് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടാലും മാർക്ക് കിട്ടാത്തത്, അങ്ങനെയുള്ള ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പം ഞാനിത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ ഒരു ടൈം കൺസ്ട്രെയിൻ വെച്ചിട്ട് ഞാൻ പ്രിലിംസിന് കുറേ പോർഷൻസൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ ഏൻഷ്യൻ മീഡിയവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഈ കാര്യങ്ങൾ. പക്ഷേ ഞാനത് ടൈമുള്ള ഒരാൾ എന്തായാലും പഠിക്കണം തന്നെയാണ് പറയുന്നത്. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു അനാലിസിസ് ചെയ്തപ്പം ഞാൻ ഇടുന്ന അത്രയും എഫേർട്ടിനുള്ള റിട്ടേൺ അതിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് PTS-ലൂടെ മനസ്സിലായി. അപ്പം അതൊന്നും ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ മെയിൻസിൻ്റെ കാര്യം വരികയാണെങ്കിൽ എനിക്ക് എഴുതാൻ നല്ലൊരു എന്താ പറയുക, ഒരു ചെറുപ്പം തൊട്ട് ഞാൻ നന്നായിട്ട് എഴുതുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ എഴുതുക എന്നുള്ളതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ കോണ്ടൻറ്റ് ഇല്ലായിരുന്നു. കോണ്ടൻറ്റിൻ്റെ ഒരു ടൈം കൺസ്ട്രെയിൻ വെച്ചിട്ട് ആ കോണ്ടൻറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്തത് ഫോർച്യൂണിൻ്റെ MTSനെ കംപ്ലീറ്റ്ലി റിലേ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആൻസർ കീസ് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുപോലെ എൻ്റെ മെൻറ്റർ ഫാത്തിമ ഹാരിസ് മാം ആയിരുന്നു. അപ്പം എൻ്റെ ആദ്യത്തെ പേപ്പർ തൊട്ട് മാം തരുന്ന എല്ലാ ഫീഡ്ബാക്കിലും ഞാൻ വർക്ക് ചെയ്തു. അപ്പം അത് ഞാൻ സ്മാർട്ടായിട്ട് ചെയ്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് എഴുതിയാൽ നന്നായിട്ട് മാർക്ക് കിട്ടും എന്ന് തോന്നുന്ന കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. essay ഉണ്ടായിരുന്നു, അതുപോലെ എത്തിക്സ്. അപ്പം എനിക്ക് നന്നായിട്ട് പറ്റുന്ന പേപ്പേഴ്സിൽ ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടു. അപ്പോൾ അതിൽ നന്നായിട്ട് മാർക്ക് കിട്ടും എന്നുള്ളൊരു ഐഡിയ കിട്ടി എഴുതി വന്നപ്പം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാക്ടീസ് നിന്നാണ് ഉണ്ടായത്, ഒരു ഗ്രാജുവലി ഉണ്ടായ കുറേ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അതൊക്കെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി സ്ട്രഗിൾസിന് ശേഷം ഫൈനലി UPSCയുടെ ഇൻ്റർവ്യൂ നടക്കുന്ന ബിൽഡിങ്ങിലെത്തിയപ്പോൾ എന്തായിരുന്നു ആ ഫീലിംഗ്? നമ്മൾ ഈ ഇടയ്ക്ക് 12th ഫെയിൽ എന്നുള്ള സിനിമയിലൊക്കെ അത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അനുഷയ്ക്ക് അങ്ങനെ എന്തായിരുന്നു ഫീലിംഗ്? ഒരു പ്രൗഡായിട്ടുള്ള ഫീലിങ്ങോ അതോ ഒരു റിലീഫോ എന്തായിരുന്നു? സർ, പ്രൗഡ് തന്നെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഡേ രാവിലെ തൊട്ട് ഒരു ടെൻഷൻ എനിക്കില്ലായിരുന്നു. ഞാൻ മാക്സിമം പോസിറ്റീവ് ആയിരുന്നു, കാമായിരുന്നു. അങ്ങനെ UPSC ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി. അപ്പോൾ അന്ന് തണുപ്പ് കുറവായിരുന്നു. അപ്പം നല്ല പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ എൻ്റെ സാരി ഒന്ന് മടങ്ങിയിരുന്നത് അവരെ ശരിയാക്കി തന്നു, അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നി. പിന്നെ UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഞാൻ കുറേ കാലം പുറകിലോട്ടൊന്ന് ആലോചിച്ചു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ്. ഇപ്പം ഞാൻ ഇവിടെ വരെ എത്തി. അപ്പം വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ട്. അപ്പം വീണ്ടും എനിക്ക് കൂടുതൽ സന്തോഷമായി. അങ്ങനെ ആക്ച്വൽ ഇൻ്റർവ്യൂയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഇവൻ ബോർഡ് പോലും ആദ്യം തന്നെ തണുപ്പ് എങ്ങനെയുണ്ട്, കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇത് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടായിരുന്നു അവർ ഇൻ്റർവ്യൂവിലേക്ക് പോയത്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അച്യുത് സാറായിരുന്നു എൻ്റെ മെൻറ്റർ. പിന്നെ ആൻ്റണി സാറും എന്നെ ഒരുപാട് 1-on-1 സെഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞു എൻ്റെ കണ്ടൻറ്റ് കുറച്ച് വീക്കാണ്, പിന്നെ അത് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആക്ച്വൽ ഇൻ്റർവ്യൂവിന് പോയപ്പം ഞാൻ അതൊന്നും ആലോചിച്ചില്ല. അപ്പം അവിടുന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗവും സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഹോബി കിച്ചൺ ഗാർഡനിങ് ആണ്. പിന്നെ ഞാൻ കേരളത്തിൽ നിന്നാണ്. അപ്പം അത് രണ്ടും വെച്ചൊരു കണക്ഷൻ ഉണ്ടാക്കി അവർ ചോദിച്ചു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മൂവിയെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒരു കാമായിരുന്നത് കൊണ്ട് അതൊന്നും ബുദ്ധിമുട്ടില്ലാതെ പറയാൻ പറ്റി. പിന്നെ അറിയാത്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതും ഞാൻ വളരെ പൊളൈറ്റായിട്ട് എനിക്ക് അറിയില്ല, ഞാനത് പോയി വായിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അവരും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയപ്പം മൊത്തത്തിലൊരു നല്ല ഒരു ഫീലിംഗ് ആയിരുന്നു. നമുക്ക് അടുത്തതായി ചെറിയൊരു റാപ്പിഡ് ഫയർ പോലത്തെ ഒരു സെഷൻ ചെയ്യാം. ഒരു ലെസ് ദാൻ എ മിനിറ്റിൽ ഞാൻ പഠനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് പറയും. അപ്പോൾ അനുഷയുടെ സ്ട്രാറ്റജി പറഞ്ഞാൽ മതി. നോട്ട്സ് പ്രിപ്പറേഷൻ. നോട്ട്സ് വളരെ ലിമിറ്റഡ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾസ് ഉള്ള ഒരു നോട്ട്സ് ഉണ്ടാക്കും, പിന്നെ ഇയേഴ്സ് വരുന്നൊരു നോട്ട്സ്, പിന്നെ ഹിസ്റ്ററിയിലാണെങ്കിൽ ആരൊക്കെ തമ്മിലായിരുന്നു അങ്ങനെ, പിന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, അങ്ങനെയുള്ള ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടുന്ന കുറേ നോട്ട്സ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിരുന്നുള്ളൂ. പിന്നെ ഞാൻ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എഴുതി തന്നെയാണ് നോട്ട്സ് ഉണ്ടാക്കിയത്. പിന്നെ മെയിൻസിൻ്റെ ടൈം ആയപ്പം ഞാൻ മാക്സിമം ഓൺലൈനായിട്ടാണ് നോട്ട്സ് ഉണ്ടാക്കിയത്. കറണ്ട് അഫയേഴ്സൊക്കെ കളക്ട് ചെയ്ത് ഓരോ ടോപ്പിക്കിലും ബിൽഡ് ചെയ്തു. പിന്നെ ഇൻ്റർവ്യൂ ആയപ്പോൾ ഡാഫ് ബേസ്ഡ് ആയിരുന്നു നോട്ട് മേക്കിംഗ് മുഴുവൻ. കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ
കറണ്ട് അഫയേഴ്സ് ഞാൻ പത്രം വായിക്കാറുണ്ടായിരുന്നു. പ്രിലിംസിൻ്റെ ടൈമിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു, പക്ഷേ മെയിൻസിനും ഇൻ്റർവ്യൂവിനും തരവായിട്ട് പത്രം വായിച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിന് ഞാൻ ഫോർച്യൂണിൻ്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഫോളോ ചെയ്തത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു, അതിൻ്റെ സ്റ്റാറ്റിക് കോൺസെപ്റ്റ് പോയി വായിക്കുമായിരുന്നു. അങ്ങനെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്തു. എസ് എ പ്രിപ്പറേഷൻ ആക്ച്വലി ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. കാരണം എനിക്ക് ഈ സ്റ്റോറീസൊക്കെ കളക്ട് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പം സാറിൻ്റെ ക്ലാസ് ഞാൻ ഓൺലൈനായിട്ടാണ് അറ്റൻഡ് ചെയ്തത്. അപ്പം അങ്ങനെ കുറേ സ്റ്റോറീസ് കളക്ട് ചെയ്തു. പിന്നെ ടോപ്പേഴ്സിൻ്റെ കോപ്പി നോക്കി അതിൽ നിന്നും കുറേ സ്റ്റോറീസൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റോടുകൂടി പോയി എഴുതിയൊരു പേപ്പറായിരുന്നു. എത്തിക്സ് പ്രിപ്പറേഷൻ. സർ, ഞാനൊരു എത്തിക്കൽ പേഴ്സൺ ആണെന്നാണ് എല്ലാവരോടും പറഞ്ഞു നടക്കാറ്. അപ്പോൾ എല്ലാ കാര്യം വരുമ്പോഴും ഞാൻ എത്തിക്കലി മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ കോൺസെപ്റ്റ് വരുമ്പോഴും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം നമുക്ക് സിനാരിയോസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരാറില്ല, എനിക്ക് ആൻസേഴ്സ് റെഡിലി വരും എൻ്റെ മനസ്സിൽ. അപ്പം അതുകൊണ്ട് വളരെയധികം എൻജോയ് ചെയ്തു. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി അച്ഛനും അമ്മേനെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട, അല്ലെങ്കിൽ അവരെ ഇനി പണിക്ക് വിടണ്ട എന്നുള്ള ഒരു ഐഡിയ ആണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ വെരി ക്വിക്ക് റെസ്പോൺസ്, വെരി ഒത്തൻറ്റിക് റെസ്പോൺസ്. താങ്ക്സ് ഫോർ ദാറ്റ്. നമുക്ക് അടുത്തതായി ഒരു ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനുഷയെ പലർക്കും ഇപ്പോൾ ഒരു റോൾ മോഡലായിരിക്കാം, എസ്പെഷ്യലി ജോലിയോടൊപ്പം സിവിൽ സർവീസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. അനുഷ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, ഇപ്പോൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് അതെന്തായാലും? ഇത് ഞാനിപ്പം ക്ലിയർ ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ എന്നെപ്പോലെയുള്ള എല്ലാവർക്കും അത് പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈമിനെ കുറിച്ച് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പം ബാക്കിയുള്ളവരെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് ഇമ്പോസിബിൾ ആണെന്നല്ല, പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് കുറച്ച് ടൈമേ ഉള്ളെങ്കിലും അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കുക, സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക, സ്ട്രെങ്ത്തിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്കതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ അത് നമുക്ക് ഒരുപാട് കൺവീനിയൻ്റ് ആണ്. വർക്കിങ്ങിൻ്റെ കൂടെ അത് മാനേജ് ചെയ്യാമെന്ന് പറയുന്നത് കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് അവേഴ്സിൻ്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തതുപോലെ പത്രം വായിക്കുക, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് കാണുക, വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം എക്സാമിനെ പ്രോപ്പറായി മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമുക്ക് ടൈം കുറവാണെന്നുള്ള ഒരു അക്സെപ്റ്റൻസ് ആദ്യം ഉണ്ടാവണം. ആ അക്സെപ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ സിലബസിനെ ഒന്നുകൂടി കാണുക, എക്സാമിനെ ഒന്നുകൂടി നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചെയ്താലാണ്. ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തി നോക്കുക. അപ്പം ഇതൊക്കെയാണ് വർക്കിംഗ് പ്രൊഫഷണൽസിന് ചെയ്യാൻ പറ്റുക. അപ്പം എല്ലാവർക്കും ഇത് വർക്കിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഓൺലൈൻ ബാച്ച് ആയതുകൊണ്ട് തന്നെ ചില ക്ലാസ്സസ് മിസ്സാവുമ്പോൾ അനുഷ റെക്കോർഡഡ് ക്ലാസ്സസ് കാണാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സർ. ഞാൻ ക്ലാസ് മിസ്സായാൽ റെക്കോർഡ് ക്ലാസ് കാണുമായിരുന്നു. അപ്പം ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ശൈലേഷ് സാറിൻ്റെ ക്ലാസ്സൊക്കെ. സാറിന് മുമ്പ് എനിക്ക് കോളേജ് പഠിക്കുമ്പോൾ തൊട്ടേ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഫോർച്യൂണിലേക്ക് വന്നതും. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സൊന്നും ഞാൻ ഒരിക്കലും മിസ്സാക്കില്ലായിരുന്നു. അതുപോലെ അരുൺ സാറിൻ്റെ ക്ലാസ്, ഞാൻ എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സാറിൻ്റെ ക്ലാസ്സൊക്കെ റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഒരു ക്ലാസ്സും ഞാൻ മിസ്സാക്കില്ല, മാക്സിമം കാണും. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റെക്കോർഡിങ് കാണും. താങ്ക് യു സോ മച്ച് അനുഷ. ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു ടോക്കായിരുന്നു, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു സർ. Fortune IAS Academy. More than just an academy.